ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുട്ടി പാചകവും എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇന്ന് വീട്ടിൽ അമ്മയില്ല കേട്ടോ, അമ്മ ജോലിക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കുക്കിങ്ങൊക്കെ എൻ്റെ തലയിലാണ്. ഞാൻ കുറേ നാളായി കുക്ക് ചെയ്തിട്ട്, കാരണം ഞാൻ ഡെലിവറി അല്ല, പ്രഗ്നൻ്റ് 6 മാസം തൊട്ട് പിന്നെ കുക്കിങ്ങൊന്നും ഇല്ലായിരുന്നു. സുഖമില്ലാത്തത് കാരണം കുക്കിങ്ങൊന്നുമില്ല. വീണ്ടും ആധിപത്യവും എൻ്റെ അടുക്കള എനിക്ക് സ്വന്തമായിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഒരാഴ്ചയോട് കുഞ്ഞു കുഞ്ഞു പാചകങ്ങൾ, മുട്ട പൊരിക്കൽ, ചമ്മന്തി, രസമാണ്, കുഞ്ഞു കുഞ്ഞു പാചകങ്ങളൊക്കെ ചെയ്യുന്നു. ഒറ്റ ചെറിയ ചാറ്റൽ മഴ പെയ്തു. ആ ചാറ്റൽ മഴയുടെ പ്രഹസനങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ചാറ്റൽ മഴ ഒന്ന് വീണപ്പോഴേ എൻ്റെ മൂത്ത പുത്രി റെയിൻ കോട്ട് താന്നും പറഞ്ഞ് വാശി പിടിച്ച് ബഹളം വെച്ചെടുത്തിട്ടിരിക്കുകയാണ്. ഇതങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല സ്കൂളിൽ. കാര്യം വണ്ടി പോയി വരുന്നതുകൊണ്ട് സ്കൂളിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ബുദ്ധിമുട്ട് കാരണം എന്നെ കൊണ്ട് ദേടിപ്പിച്ചിട്ട് ചെറിയൊരു ചാറ്റൽ മഴയേ ഉള്ളൂ, അത് അപ്പം തന്നെ തീരുകയും ചെയ്തു. അത് ഇട്ടുകൊണ്ടുള്ള ഭാവാഭിനയങ്ങളും ഡാൻസും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഈ കഥാപാത്രം എൻ്റെ വീട്ടിൽ മാത്രമേ കാണാൻ കഴിയൂ. അതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ കാപ്പി കുടിച്ചു. ഇന്ന് കാപ്പിയിൽ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. അമ്മയില്ലാത്തത് കൊണ്ട് കാപ്പി പുറത്തുനിന്ന് വാങ്ങിച്ച്. അവിടെ ആഹാരം കഴിക്കുമ്പോൾ പോലും എൻ്റെ പുത്രി ഇത് ഊരിയിട്ടില്ല. ഇനി അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ, ആ വെപ്രാളത്തിലായിരിക്കും, അത് പിന്നെ ഊരിയിട്ടില്ല. പിന്നെ ഞാൻ ആഹാരം കഴിച്ച് വന്ന സമയം കൊണ്ട് അമ്മാമ്മ അരിയൊക്കെ കഴുകിയിട്ടു. അതിപ്പോൾ നല്ലപോലെ തിളച്ചു. ഇത് നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കണം. അരിയൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കുറേ പച്ചക്കറിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചക്കറിയിൽ നിന്ന് കുറച്ച് വഴുതനങ്ങയും ക്യാരറ്റും ഒക്കെ നല്ലത് നോക്കി എടുത്തിട്ട് അതിനി കറിയൊക്കെ വെക്കണം. അത് വഴുതനങ്ങ മെഴുക്ക് വരട്ടാനും മറ്റേ തോരൻ വയ്ക്കാനും ക്യാരറ്റ് തോരൻ വയ്ക്കാനും വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. പുറത്തൊരു വല്ലാത്ത അന്തരീക്ഷം, ഒരു മങ്ങിയ കാലാവസ്ഥയാണ്. ഞാൻ വഴുതനങ്ങ അങ്ങനെ അരിയാൻ തുടങ്ങി. പുതിയ കത്തിയാണ് കേട്ടോ, ഇന്ന് തന്നെ ചന്തയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രകടനമാണിത്. ഞാൻ സാധാരണ കൈയോടെ ഉപയോഗിക്കാറില്ല. ഇത് പിന്നെ പുതിയ കത്തിയായിട്ട് സൂക്ഷിക്കണമല്ലോ, ഒരു ചെറിയ പിഴവ് മതിയല്ലോ മുറിയാൻ. പിന്നെ ഇവിടെ ചോരക്കളമായാലോ, അതുകൊണ്ട് ഞാൻ തന്നെ എനിക്കൊരു കരുതലെടുത്തു. നമ്മളെ സൂക്ഷിക്കണമല്ലോ, വേറെ ആരും സൂക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവനവൻ തന്നെ കാക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ കൈയൊക്കെ ഇട്ടു. എൻ്റെ സംരക്ഷണമൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് അരിക്കാൻ തുടങ്ങിയത്. ഇത് വഴുതന ചെറിയ കഷ്ണമായിട്ടാണ് അരിയുന്നത്, ചെറിയ കഷ്ണമാണ്. വഴുതന ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞാലും പ്രശ്നമില്ല, കാര്യം അത് നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടും. അതുകൊണ്ട് ചെറിയ കഷ്ണമാക്കി അരിഞ്ഞാലും വലുതാക്കിയാലും കുഴപ്പമില്ല. എന്നാലും ഞാൻ വലിയ കഷ്ണമാക്കുന്നില്ല, ചെറിയ കഷ്ണം. ബാക്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുത്രിയാണ്, ഇളയ പുത്രി. ഇച്ചിരി നേരം പോലും തറയിൽ കിടക്കത്തില്ല. അവളെടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. തറയിൽ കിടക്കാനേ നമുക്ക് പറ്റില്ല. നല്ല അനുസരണയുള്ളൊരു കുഞ്ഞായിരുന്നു. തറയിൽ കിടന്നുകൊണ്ടിരുന്ന കുഞ്ഞാണ്. പനി വന്ന് കുഞ്ഞിനെ കുറച്ച് നേരം എടുത്ത് നമ്മൾ കൈ 2 ദിവസം വെച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കുഞ്ഞ് തറയിൽ കിടക്കത്തേയില്ല. കുഞ്ഞ് തറയിൽ കിടക്കാൻ വേണ്ടി കുത്തലുള്ള പോലെ നമ്മൾ എടുത്ത് വെച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ വഴുതനങ്ങയെല്ലാം അരിഞ്ഞു മാറ്റി വെച്ചിട്ട് ഞാൻ ഒരുമിച്ചെല്ലാം കുക്ക് ചെയ്യാം. അതുകൊണ്ട് എല്ലാം ഒരുമിച്ചങ്ങ് അരിഞ്ഞു വെക്കാമെന്ന് കരുതി. അങ്ങനെ അടുത്തതിലോട്ട് കിടന്ന് ക്യാരറ്റും ബീൻസും കൂടെ ഒരുമിച്ചിട്ട് മെഴുക്ക് വരട്ടി പ്ലസ് തോരൻ പോലെ അങ്ങനെ ഒരു കോംബോ ആക്കി വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറേ നാളായി ഈ പാചകമൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് കരുതി അങ്ങനെയാണ് ചെയ്തത്. ഇതെല്ലാവരും ചെയ്യുന്ന ഐറ്റം തന്നെ, ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ കുനിഞ്ഞ് കമന്ന് കിടന്ന് നോക്കുന്നത് മോളെ തറയിൽ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. തറയൊക്കെ എടുത്ത് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ അടപ്പം വന്നെങ്കിൽ ഊരാൻ പറ്റുന്നില്ല. അങ്ങനെ എണ്ണ തുറന്നു കൊടുത്ത് എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ കലാപരിപാടികളിലേക്ക് വന്നു. വീണ്ടും ഞാൻ ക്യാരറ്റ് ചില സമയങ്ങളിൽ ഞാൻ മെഴുക്ക് വരട്ടാറുണ്ട്. ചില സമയം എനിക്ക് ശരിയാവുന്നതല്ല. ആ ക്യാരറ്റിൽ ചില സ്മെല്ലുണ്ട്. ചില സമയത്ത് എനിക്ക് ആ സ്മെല്ല് പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും തോരൻ വയ്ക്കാൻ നിൽക്കുന്നത്. തോരനത്ര ഇഷ്ടമൊന്നുമല്ല, എങ്കിലും ഇവിടെ മെഴുക്ക് വരട്ടാണ് എപ്പോഴും വയ്ക്കാറ്. പിന്നെ ക്യാരറ്റ് മെഴുക്ക് വരട്ടി പോലെ തോരനാക്കാമെന്ന് കരുതി. അത് തോരൻ പോലൊരു മെഴുക്ക് വരട്ടി. അങ്ങനെയാണ് ഇന്ന് ക്യാരറ്റിലേക്ക് കടന്നത്. അത് ചെറിയ പീസാക്കി അരിഞ്ഞത്, കാര്യം പെട്ടെന്ന് വെന്ത് കിട്ടാൻ പറ്റും. അല്ലെങ്കിൽ പകുതി വെന്താത്തൊരു സ്മെല്ലുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒട്ടും പിടിക്കാത്തതുകൊണ്ട് ചെറിയ കഷ്ണമാക്കി അരിഞ്ഞെടുത്ത്. ഇനി ഇതിലേക്ക് ബീൻസ് അരിഞ്ഞെടുക്കണം. ബീൻസ് ഞാൻ വട്ടത്തിൽ തന്നെ ചെറിയ തോരനെ വയ്ക്കുന്ന അരിഞ്ഞെടുക്കും. അതിൽ ഞാൻ 2 സൈഡ് നാരൊക്കെ എടുത്ത് കളയും. നിങ്ങളങ്ങനെയൊക്കെ എടുത്ത് കളയാറുണ്ടോ? ഇവിടെ ഞാൻ നാരൊക്കെ എടുത്ത് 2 സൈഡ് നാരൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിഞ്ഞ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഇട്ട് പെട്ടെന്ന് അരിഞ്ഞ് വരും. പുതിയ കത്തി ആയതുകൊണ്ട് നല്ല മൂർച്ചയുണ്ട്. ഞാൻ അതിന് വേണ്ടിയാണ് ഒരു കയ്യോടൊക്കെ എടുത്തിട്ടേക്കുന്നത്. സാധാരണ ഞാൻ കയ്യൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നല്ലപോലെ അരിഞ്ഞൊക്കെ എടുത്ത് കുറച്ച് ബീൻസും കൂടുതൽ ക്യാരറ്റും ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് സവാള എടുക്കണമല്ലോ. കൊച്ചുള്ളി എവിടെ ഇരിക്കട്ടെ, സാധാരണ കൊച്ചുള്ളി ഇട്ട് ഞാൻ മെഴുക്ക് വരട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് കൊച്ചുള്ളി കുത്തിയിരുന്ന് പൊളിക്കാൻ വയ്യാത്തത് കൊണ്ടും ഞാൻ സവാള എടുക്കാതെ അങ്ങനെ 3-4 സവാള എടുത്ത്
2 തോരനും 2 മെഴുക്ക് വരട്ടിക്കും ആ ഒരു രീതിയിലാണ് എടുത്തത്. സവാള കുഞ്ഞ് സവാള നോക്കി എടുത്തത് കേട്ടോ. പെട്ടെന്ന് അരിഞ്ഞ് തരുന്നില്ല, സവാള എടുത്ത് കൈ വയ്ക്കുമ്പോഴേ കണ്ണ് നിറയും. അതുകൊണ്ട് ഞാൻ ചെറിയ സവാള നോക്കി 4 എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞ് നല്ലപോലെ കുറച്ച് വെള്ളത്തിലിട്ട്. കാര്യം വെള്ളത്തിടുമ്പോൾ അതിൻ്റെ എരിച്ചിച്ചിട്ട് മാറും. ആ കണ്ണ് നല്ല സുഖം കിട്ടും. പെട്ടെന്ന് കണ്ണ് നിറയത്തില്ല, എന്നാലും കണ്ണ് നിറയും. എങ്കിലും ഞാൻ പെട്ടെന്ന് അങ്ങനെ അരിഞ്ഞെടുത്ത്. സവാള അരിയാൻ ഭയങ്കര സ്പീഡുണ്ടെങ്കിലും എൻ്റെ കൈയോടെ ഞാൻ എവിടെയോ മറന്നു കൊണ്ട് വെച്ച്. ഇടയ്ക്ക് കുഞ്ഞിനെടുക്കാൻ പോയപ്പോൾ എവിടെയോ കൊണ്ട് മറന്നു വെച്ചതാണ്. പിന്നെ നോക്കിയിട്ട് കണ്ടില്ല, ബാക്കിയുള്ളതൊന്നും ഞാൻ കണ്ടതുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കൈയോടെ ഇല്ലാതെ അരിയുന്നത്. അപ്പോൾ ഒരു പേടിച്ചാണ് ഞാൻ ഇത് അരിയത്. കൈ എങ്ങനെ മുറിഞ്ഞാലോ. ഈ സവാളയുടെ അകത്ത് മണ്ടയിലൊരു ഇതുണ്ട്, അത് ഞാൻ എടുത്ത് കളഞ്ഞ്. എൻ്റെ സവാള അരിഞ്ഞ് തീർന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. സാധാരണ ആദ്യമേ കണ്ണ് നിറയുന്നതാണ്, ഇത് പകുതി മുക്കാൽ അരിഞ്ഞ് തീർന്നിട്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. അങ്ങനെ കുറച്ച് സവാള ഞാൻ ഡിവൈഡ് ചെയ്തെടുത്ത്, പകുതി തോരഞ്ഞ് പകുതി മെഴുക്കുവരട്ടി. തോരനുള്ള സവാള ആദ്യമേ ഞാൻ ക്യാരറ്റിലും ബീൻസിലും കൊണ്ടങ്ങിട്ട് മെഴുക്കുവരട്ടി സവാള ഞാൻ അവിടെ വെച്ചിരുന്നു. ഇനി അത് പച്ചമുളക് അരിഞ്ഞിടണം. തോരനകത്ത് ഞാൻ വട്ടത്തിലും പിന്നെ മെഴുക്കുവരട്ടിക്കകത്ത് നീളത്തിലുമാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ സൈസിലൊന്നുമല്ല കാര്യം, അത് വീഴുന്നതല്ല കാര്യം. പിന്നെ ഒരു കാണാനുള്ള ഭംഗിക്ക് ഒരു മൊഞ്ചിനൊക്കെ വേണ്ടി ഞാൻ ഇത് നീളത്തിലരിഞ്ഞു. ചുവപ്പും പച്ചനും മിക്സ് ചെയ്തരിഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിലേക്ക് കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ട് ആ കുറച്ച് നീളം വളരെ തിന്നായിട്ടൊന്നുമല്ല, പക്ഷെ കട്ടിക്കൊക്കെയാണ് അരിഞ്ഞിട്ടത്. പിന്നെ പാനൊക്കെ വെച്ച് ചൂടാക്കി. ഞാൻ ചൂടാക്കിയത് ചൂടുണ്ടോ എന്ന് പാൻ ചൂടാക്കി അറിയാൻ ഇങ്ങനെ കൈ വെച്ച് നോക്കും കേട്ടോ. ചൂടടിക്കുക, കയ്യിലൊരു ചൂട് കേട്ടാൽ മനസ്സിലാവും. പാൻ ചൂടായതുകൊണ്ട് വേഗം എണ്ണ ഒഴിച്ചോളാം. അങ്ങനെ ഞാൻ പിന്നെ വേഗം എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് മെഴുക്ക് വരട്ടിയുടെ സവാളയൊക്കെ അതിട്ട് ഇത് 3 കൂടി നല്ലപോലെ വഴറ്റി. ഞാനിങ്ങനെയാണ് ആദ്യം വയ്ക്കാറ്. ഞാനിങ്ങനെ നല്ലപോലെ ആദ്യം വഴറ്റിയിട്ട് പിന്നെ അതാണ് മസാലയൊക്കെ ഇടാറ്. ആ മസാലയുടെ പച്ചമണം മാറിയിട്ട് ഞാൻ പിന്നെ നമ്മൾ അരിഞ്ഞ് ചേർക്കുന്ന സാധനം എന്തുവായാലും, ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ്, ബീൻസ് ആണെങ്കിൽ ബീൻസ്, വെണ്ടയ്ക്കാണെങ്കിൽ വെണ്ടയ്ക്ക എല്ലാം കഴിഞ്ഞാണ് മെഴുക്ക് വരട്ടുന്നത്. ചില സമയങ്ങളിൽ എളുപ്പപ്പണിക്ക് വേണ്ടിയാണ്, അല്ലാതെ എല്ലാം ഒരുമിച്ചിട്ട് മെഴുക്ക് വരട്ടുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വാടി. പക്ഷേ ആ സവാളയുടെ ഒരു ചെറിയ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടെ ഇടും. എല്ലാം കുറച്ച് കൂടുതലിട്ട ചെവയും ഒരു എരിവും ഒക്കെ കാണാം. അതിനൊക്കെ എല്ലാം കുറച്ച് നിറം കിട്ടാനും പിന്നെ ഒരു ചെറിയൊരു എരി കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് മുളക് പൊടി ഇട്ടത്. ഇത് 3 കൂടെ നല്ലപോലെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇതാക്കണം. സവാള റോസ്റ്റ് ആവരുത്, എന്നാൽ ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്നത് വേണം. ആ വഴണ്ടിയുടെ കൺസിസ്റ്റൻസിയിൽ പിന്നെ ഞാൻ വഴുതനങ്ങ തട്ടിയിട്ട് കൊടുത്ത്. വഴുതനങ്ങ ആദ്യമേ നമുക്ക് ഇളക്കിക്കൂടെ ഭയങ്കര പാടായിക്കാര്യം ഒരുപാട് ഉള്ളടക്കം തോന്നും. ഇത് വെന്ത് കഴിയുമ്പോഴേ കാണത്തുള്ളൂ ഇത്തിരിയേ ഉള്ളൂ. ആളൊരു വലുതായിട്ട് തോന്നുമെങ്കിലും ആളൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരിയേ കാണത്തുള്ളൂ. അപ്പം ഞാൻ ഇത് ആദ്യമേ ഇതെല്ലാം കൂടുതലിട്ട് ഇളക്കാൻ നിൽക്കാതെ എല്ലാം കൂടുതൽ അടച്ച് വെച്ച്. എന്നിട്ട് അവിടെ നിന്ന് വേവട്ടെന്ന് എഴുതി ആ അവിയിൽ വേവട്ടാൻ വേണ്ടി അടച്ച് വെച്ച്. പിന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളി വാരിയെടുത്ത്. ഇത് മീൻകറിക്കാണ് കേട്ടോ. ചെറിയ പൊടിച്ചൂരയാണ് മീൻകറിയായിട്ട് കിട്ടിയത്, കുഞ്ഞൻ ചൂര. അപ്പം ഞാൻ അതിന് മീൻകറിക്ക് ഇന്ന് മുളക് കറി വെക്കാൻ വെച്ച് പുളിയും മുളകും കറി വെക്കാൻ വേണ്ടിയാണ് കുഞ്ഞുള്ളി എടുത്തത്. അപ്പോൾ കുഞ്ഞുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുക്കണം. ഞാൻ ഇതെല്ലാം ഒന്ന് പൊളിക്കാമെന്ന് കരുതി ഇതെല്ലാം എടുത്ത് വെച്ച് ഇതെല്ലാം ആദ്യം പൊളിച്ച് വൃത്തിയാക്കിയിട്ട് ഒരുമിച്ച് അരിയാമെന്ന് വിചാരിച്ച്. തക്കാളി ഒന്നും പൊളിച്ച് ഒന്ന് വൃത്തിയാക്കാൻ പറ്റത്തില്ലല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ആദ്യം പൊളിച്ച് വൃത്തിയാക്കി കഴുകി അരിയാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ തോരൻ ആദ്യം വെച്ചിട്ട് ഇപ്പോൾ അരിയാമെന്ന് കരുതി. അത് തോരൻ വെക്കാൻ വേണ്ടി പാനെടുത്ത് അടുപ്പിൽ വെച്ച് പാൻ നല്ലപോലെ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. നമ്മൾ സാധാ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്, വേറെ സ്പെഷ്യൽ എണ്ണയൊന്നും ഉപയോഗിക്കാറ്. മീൻ വറക്കുന്ന സമയങ്ങളിൽ മാത്രം സൺഫ്ലവർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലാത്ത പക്ഷേ എല്ലാം നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വിലയായാലും വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് തന്നെ. വിലയും നോക്കി ഇത് ടേസ്റ്റുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ലല്ലോ, എല്ലാം നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പം ഞാൻ തോരൻ വയ്ക്കുന്നതിന് മുമ്പ് ആ അരിഞ്ഞ് വെച്ചതിനകത്ത് തന്നെ കുറച്ച് ഉപ്പിട്ടങ്ങ് വെച്ച്, ഉപ്പും കറിവേപ്പിലയും കൂടെ. അല്ലാതെ ഇടുന്നേക്കാട്ടി എനിക്ക് ഇഷ്ടം ഇങ്ങനെ. ഞാൻ കടുക് പൊട്ടിച്ച് ഇതെല്ലാം തട്ടിയെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മെഴുക്ക് പുരട്ടി അതിനും പ്ലസ് തോരനായതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് ഇത്രയും കൂടെ നല്ലപോലെ ഒന്ന് വേവട്ടെന്ന് കരുതി. അത് ആവിയിൽ വേവ അടച്ചും വെച്ച് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ മെഴുക്ക് പുരട്ടി എന്തോ ആയി നോക്കാൻ പോയി. മെഴുക്ക് പുരട്ടി അവിടെ ആവിയിലിരുന്ന് നല്ലപോലെ വെന്ത് നല്ലപോലെ ആ പച്ചക്കുത്തൊക്കെ മാറി വരുന്നതിനേക്കാടെ എന്തോരം വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അത്രയുള്ള സാധനം ഇപ്പം നല്ല ഇച്ചിരിയായി. നമ്മൾ തോനെ അരിഞ്ഞ് വെച്ചതാണ്. ഇതിപ്പോൾ വെന്ത് വന്നപ്പം മെഴുക്ക് പുരട്ടി ചുരുങ്ങി ചെറുതായി. ഇത്രയേ ഉള്ളൂ സാധനം. നമ്മൾ നമുക്ക് എത്ര വേണോ അതിനേക്കാട്ടി കുറച്ചുകൂടെ അധികം എടുക്കണം, എന്നാലേ നമ്മൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് തോരൻ നോക്കിയപ്പോൾ തോരൻ ഒരുവിധം വെന്ത് കഴിഞ്ഞ്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളതാണ്. തോരൻ ഇളക്കി ഞാൻ ഇളകുന്നതിൻ്റെ സുഖത്തിൽ നിന്നപ്പോൾ വലിയൊരു കരച്ചിൽ കേൾക്കുന്നു. അപ്പം നമ്മൾ കുട്ടിമണി കുളിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്.
കുട്ടി മണമാവണമെന്ന്. പിന്നെ അവളെ സമാധാനിപ്പിച്ചിട്ട് അമ്മാമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ അവളെ സമാധാനിപ്പിച്ച് വന്ന് ഞാൻ പിന്നെ നല്ലപോലെ തോരനൊന്നും കൂടെ ഇളക്കി തീയിലിട്ടിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ സാധാരണ തേങ്ങയുടെ അരച്ചൊക്കെ ഇട്ട് ഞാൻ അരച്ചിടാൻ നിൽക്കാതെ തേങ്ങ അല്ലാതെ തന്നെ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി കൂട്ടാൻ വേണ്ടി കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ചധികം തേങ്ങ വെച്ച് ടേസ്റ്റ് ഉണ്ട്. അത് ടേസ്റ്റിന് വേണ്ടി അധികം തേങ്ങ എടുത്തതല്ല, തിരികെ വെച്ചപ്പോൾ കൂടിപ്പോയത്. അമ്മാമ്മയാണ് തിരികിയത്. എനിക്കിവിടെ എല്ലാത്തിനും അസിസ്റ്റൻ്റ് അല്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പകുതിയൊക്കെ അവർ ചെയ്തു തരും, ബാക്കി പകുതി ഞാനും ചെയ്യും. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കൂട്ടി കുറച്ച് നേരം അവിടെ ആവി വേവിച്ചപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ പ്ലസ് മെഴുക്കായിട്ട് റെഡിയായി. പിന്നീട് മീൻകറിക്കുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇടണം. കൊച്ചുള്ളി പെട്ടെന്ന് ഞാൻ പൊളിച്ചെടുത്തു. ഇതിൽ വലിയ ഉള്ളിയായത് കൊച്ചു വലിയ ഉള്ളിയായിട്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. ഈ വെളുത്തുള്ളി പൊളിക്കുക എന്തായിരുന്നു ടാസ്ക്. കണ്ണേ പറ്റാത്ത ഇത്രയും വെളുത്തുള്ളി, അതിൽ കൂടുതലും പന്ന വെളുത്തുള്ളിയായിരുന്നു. വെച്ചാൽ ചീത്ത വെളുത്തുള്ളിയായിരുന്നു. ഒരു വെളുത്തുള്ളിയുടെ ഒരു മുട്ടന് വെളുത്തുള്ളി എടുത്താൽ അത് പകുതി മുക്കാൽ ചീത്ത വെളുത്തുള്ളിയായിരുന്നു. അത് കുറച്ച് നല്ല വെളുത്തുള്ളികളായിരുന്നു. അങ്ങനെ മീൻകറിക്ക് വേണ്ടി ഞാൻ കുറച്ചെല്ലാം അരിഞ്ഞു വെച്ച്. ഇത് ഞാൻ അരിഞ്ഞു വെച്ചതും പൊളിച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ. അരിഞ്ഞതും കറി വെച്ചതൊക്കെ പിന്നെ അമ്മ അപ്പോഴത്തേക്ക് ഉച്ചയായപ്പോഴത്തേക്ക് വന്ന്. എന്നുവെച്ചാൽ അമ്മയെ ഏൽപ്പിച്ചതല്ല, ഞാൻ അമ്മ വന്നുകൊണ്ട് കൊടുത്തതല്ല. ഇതെല്ലാം പൊളിച്ചപ്പോഴത്തേക്ക് മോളൊട്ടും നിൽക്കത്തില്ല. മോൾ നല്ല കരച്ചിലായിരുന്നു. കുട്ടി ഇപ്പോൾ വല്ലാണ്ട് കരച്ചിൽ കൂടുന്നു. കുട്ടി ഇപ്പം നമ്മളെ എങ്ങും ഇരിക്കാത്ത രീതിയിലുള്ള ശല്യം ചെയ്യൊക്കെ തുടങ്ങി. കുട്ടി ശല്യമാണെന്നല്ല, കുട്ടി നമ്മളെങ്ങും ഇരുത്തുന്നില്ല. ഇപ്പം എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. പണിയായുധങ്ങളും പണിസ്ഥലവും എല്ലാം ഞാൻ വീണ്ടും അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും വിശ്രമത്തിലേക്ക് പോയി. ഒരു നീണ്ട വിശ്രമമാണ് എനിക്ക്. ഇനി ഇപ്പോഴെങ്കിലും ഞാൻ അടുക്കളയിൽ കയറുന്നില്ല. കയറുമ്പോൾ എന്നല്ല കയറും, അമ്മ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവും. കുറച്ച് നാളിവിടെ നിൽക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എൻ്റെ ജോലിയിലേക്ക് വീണ്ടും കിടക്കും. അങ്ങനെ എല്ലാം അരിഞ്ഞ് പൊളിച്ച് വൃത്തിയാക്കി അമ്മേനെ ഏൽപ്പിച്ച്. ഇനി അമ്മ മീൻകറി എല്ലാം വയ്ക്കും.